വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുള്ള IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്ലർക്ക് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഫോർ ദ വേക്കൻസീസ് ഓഫ് 2025-26 അതാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതൊക്കെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് വരുന്നത്. അതായത് ഈ IBPS ക്ലർക്കിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ ഇതൊക്കെയാണ്. അതായത് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, UCO ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയും 11 ബാങ്കുകളാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ആണ്. അതിലാദ്യം തന്നെ നോക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ്. അതായത് ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റും ഈ ഒരു സമയത്ത് തന്നെ, അതായത് ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെ നമുക്ക് അടക്കാവുന്നതാണ്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ജൂലൈയിലല്ല, ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 12 മുതൽ 17 വരെയാണ് ഇതിൻ്റെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റിലായിരിക്കും. ഓഗസ്റ്റ് 2024 തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ, ഓൺലൈൻ എക്സാമിനേഷനാണ് അത് നടക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. ഇതിൻ്റെ മെയിൻ എക്സാമിനേഷനോ ഒക്ടോബർ മാസത്തിലായിരിക്കും കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, അതായത് IBPS ക്ലർക്ക് 2024ൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ 2025 ഇതിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഡേറ്റ്സ് വരുന്നത്. അതിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് മറക്കാതെ ഓർത്ത് വെക്കുക, ജൂലൈ 1 മുതൽ 21 വരെയാണ്. ഇനി നമ്മൾ കണ്ടു പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സിനെ കണ്ടു. 11 ഇന്ത്യയിലെ ഈ 11 ബാങ്കുകളിലായിട്ട്, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുള്ള ബ്രാഞ്ചുകളിലായിട്ട് ആകെ 6000-ലധികം വേക്കൻസി ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 106 വേക്കൻസീസ് ആണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ 6000-ലധികം വേക്കൻസി ആണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. പിന്നീട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, വാലിഡ് മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ഡേറ്റിലാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റിന് മുമ്പായിട്ട് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അതായത് മാർക്ക് ഷീറ്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഷീറ്റ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് മാർക്ക് ലിസ്റ്റും കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ പറയുന്നത് കമ്പ്യൂട്ടർ ലിറ്ററസിയാണ്, അതായത് ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. അപ്പോൾ നമ്മളുടെ ഹൈസ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ കമ്പ്യൂട്ടർ ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ പറയുന്നത് പ്രൊഫിഷ്യൻസി ഇൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. ഇനി ഏജ് ലിമിറ്റ് നോക്കുക. ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 20 ഇയേഴ്സ് ആണ്, മാക്സിമം പറയുന്നത് 28 ഇയേഴ്സ് ആണ്. അപ്പോൾ 20-നും 28-നും ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. ഇനി ഏജ് റിലാക്സേഷനും പറയുന്നുണ്ട്. അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് പറയുന്നത് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് പറയുന്നത് 10 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ്. ഇനി എക്സ് സർവീസ് മെൻ അല്ലെങ്കിൽ ഡിസേബിൾഡ് എക്സ് സർവീസ് മെന്നിന് പറയുന്നത് ആക്ച്വൽ പീരീഡ് ഓഫ് ദ സർവീസ് റെൻഡേർഡ് ഇൻ ദ ഡിഫൻസ് ഫോഴ്സ് പ്ലസ് 3 ഇയേഴ്സ് ആണ്. അതിൽ ഡിസേബിൾഡ് എക്സ് സർവീസ് മെൻ ബിലോങ്ങിങ് ടു SC ആൻഡ് STക്ക് 8 വർഷത്തെ ഏജ് റിലാക്സേഷനും 8 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് പറയുന്നത്. ഇനി വിഡോസ്, ഡിവോഴ്സ് വുമൺ ആൻഡ് വുമൺ ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ്സ് ഹു ഹാവ് നോട്ട് റീമാരീഡ് പറയുന്നത് ഏജ് കൺസെഷൻ അപ് ടു ദ ഏജ് ഓഫ് 35 ഇയേഴ്സ് ഫോർ ജനറൽ അല്ലെങ്കിൽ EWS എക്കണോമിക്കൽ വീഗർ സെഷന് പറയുന്നത് 35 വർഷത്തെ ഏജ് റിലാക്സേഷനാണ്. പിന്നെ
OBC കാൻഡിഡേറ്റ്സിന് 38 വർഷത്തെയും SC/ST കാൻഡിഡേറ്റ്സിന് 40 വർഷത്തെയുമാണ്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നവരാണ്? വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ ആൻഡ് വിമൻ ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ് ഹു ഹാവ് നോട്ട് റീമാരീഡ്. പിന്നെ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ 1984 റൈറ്റ്സ് പറയുന്നത് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും. അപ്പോൾ ഏജ് റിലാക്സേഷൻ വേണ്ടി വരുന്ന കാൻഡിഡേറ്റ്സ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് IBPSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, അതായത് www.ibps.in. ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് SC/ST PWBD ESM ആൻഡ് DSM കാൻഡിഡേറ്റ്സിന് 175 രൂപയാണ്. ഇൻക്ലൂസീവ് ഓഫ് GST ആണ് ഈ പറയുന്ന 175 രൂപ ഫീസ് വരുന്നത്. ബാക്കി കാൻഡിഡേറ്റ്സ് ഇതൊഴിച്ചുള്ള ബാക്കി കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ് ഫീസ്. ഇൻക്ലൂസീവ് ഓഫ് GST ആണ് പറയുന്നത് 850 രൂപ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റും നടത്തേണ്ടത്. ജൂലൈ 1 മുതൽ 21 വരെ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, അതായത് IBPS ക്ലർക്കിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻ എക്സാമിനേഷൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ അതിൽ ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും. ഇത് രണ്ടും ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്കീം ഒന്ന് നോക്കാം. അതിൽ 3 സബ്ജക്റ്റുകളാണ് വരുന്നത്: ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു എക്സാമിനേഷന് വരുന്നത്. 100 മാക്സിമം മാർക്ക്, അതായത് ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് ഇവിടെ വരുന്നത്. 60 മിനിറ്റാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 1/4 ആണ്, അതായത് 0.25 ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം പറയുന്നത് എങ്ങനെയാണ്: ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാക്സിമം മാർക്ക്, 60 മിനിറ്റാണ് എക്സാമിനേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഇനി മെയിൻ എക്സാമിനേഷൻ്റെ സ്കീം ഒന്ന് നോക്കാം. ഇതിൽ പറയുന്നത് ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ എക്സാമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ അതിൽ ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്സിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 50 ആയിരിക്കും മാർക്ക് വരുന്നത്. ജനറൽ ഇംഗ്ലീഷിന് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 40 മാർക്ക്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ്, 60 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം മാർക്ക് എത്രയാണ്? 200 ആണ്. ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറയുന്ന സമയം 160 മിനിറ്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയും 0.25 തന്നെയാണ്. 4 തെറ്റുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും മെയിൻ എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയും ആണ് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ചും മെയിൻ എക്സാമിനേഷനെ കുറിച്ചും പറയാനായിട്ടുള്ളത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. ഡേറ്റ് മറക്കണ്ട, ജൂലൈ 1 മുതൽ 21 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക, ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.